കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം
ഈശോ മിശിഹായാലും പരിശുദ്ധ അമ്മയാലും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം തിരുവചനം. അവൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനെ കാണാൻ ആഗ്രഹിച്ച് അമ്മയും സഹോദരരും പുറത്തു നിൽക്കുന്നു എന്ന് ഈശോയെ അറിയിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമെന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 21-ാം വചനത്തിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും അമ്മമാരുള്ളവരാണ്. അമ്മയുടെ സ്നേഹം അനുഭവിക്കുവാൻ, അമ്മയുടെ കരുതൽ ഏറ്റുവാങ്ങാൻ, അമ്മയുടെ തലോടൽ സ്വന്തമാക്കാൻ ഈ ഭൂമിയിൽ അമ്മയില്ലാത്ത ആരുമില്ല. അമ്മയുടെ സ്നേഹം ആവോളം അനുഭവിച്ചവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമുക്കൊരു അമ്മയെ ഈശോ തന്നിട്ടുണ്ട്. ആ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അനിവാര്യമായ ഒന്ന് തന്നെയാണ്. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ആരാണ് എന്ന് ഞാനൊന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അമ്മയോട് നമുക്ക് സ്നേഹം തോന്നുക. പരിശുദ്ധ അമ്മ അനുഗ്രഹീതയാണ്, ഭാഗ്യവതിയാണ് എന്ന് നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുമല്ലോ, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. അബ്രാഹത്തോട് ദൈവം അരുളി ചെയ്യുന്ന ഈ വാക്കുകൾ പരിശുദ്ധ അമ്മയിലും നമുക്ക് ഒരു അനുഗ്രഹമായി മാറുന്നത് കാണാനായിട്ട് സാധിക്കും. അമ്മ ഒരു അനുഗ്രഹമായി മാറിയത് ദൈവത്തിൻ്റെ തിരുവിഷ്ടം തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും പ്രകടമാക്കിയത് സ്വീകരിച്ചതുകൊണ്ടാണ്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിന് അടിസ്ഥാനം ദൈവവചനമായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, അമ്മ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചിരുന്നു എന്ന്. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാനും അത് ജീവിക്കുവാനും അമ്മ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ വചന ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അടിസ്ഥാനം ഈ വചനമാണോ എന്ന്, വചനമാണോ നമ്മളെ നയിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ, ഒന്ന് മനസ്സിലാക്കുവാൻ നമ്മളൊരു ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. ദൈവവചനം അനുദിവസവും എല്ലാ ദിവസവും വായിക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കേണ്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽപ്പെട്ട്, മറ്റ് ജീവിത വ്യാപാരങ്ങളിൽപ്പെട്ട് വചന വായനയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ അർഹമായ സ്ഥാനമുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വചനം വായിച്ചാൽ, വചനം ശ്രവിച്ചാൽ, വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മയെ നയിച്ചത് വചനമാണെങ്കിൽ നമ്മളെയും നയിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനമാണ്. വീണ്ടും പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അമ്മ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് അമ്മയെ സഭ എടുത്തു കാണിക്കുന്നുണ്ട്. എന്താണ് വിശ്വാസമെന്ന് ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതെ, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യത്തോടും കൂടി ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അമ്മയെപ്പോലെ ഇങ്ങനെയൊരു വിശ്വാസത്തിൻ്റെ പ്രതീകമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ
അമ്മയുടെ ജീവിതം തന്നെ ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകമായിരുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നിന്നിൽ ഉത്ഭവിക്കുന്ന ദൈവപുത്രൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരിയ എലിസബത്തിന് ഇത് 6-ാം മാസമാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോഴാണ് അമ്മ പറയുന്നത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. എല്ലാം വിശ്വസിക്കുന്ന, വിശ്വാസത്തിന് മുൻപിൽ തൻ്റെ ജീവിതം അടിയറ വയ്ക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമുക്ക് മാതൃകയായി നമ്മുടെ മുൻപിലുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൽ നമുക്കും അമ്മയെപ്പോലെ നിരുപാധികം ദൈവത്തിന് മുൻപിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ച്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? എത്രയെത്രയോ അവസരങ്ങളാണ് ദൈവഹിതത്തിന് മുൻപിൽ നമ്മെ തന്നെ അടിയറ വയ്ക്കുവാൻ നമുക്ക് ലഭിക്കുന്നത്. വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, തകർച്ചകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, വേദനകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് നമ്മൾ. അപ്പോഴൊക്കെ അതിലൂടെയുള്ള ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാനും ആ ദൈവഹിതത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുവാനും കഴിഞ്ഞാൽ അമ്മയെപ്പോലെ നമുക്കും വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളായി മാറുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മ ദൈവരാജ്യ സംവാഹകയാണെന്ന് പറയാനായിട്ട് നമുക്ക് കഴിയും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 56 വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ് നമ്മൾ കാണുക. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടെ എൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണെന്ന് തുടങ്ങുന്ന ആ സ്തോത്രഗീതം നമുക്കെല്ലാവർക്കും അറിയാവുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ പഠിക്കുന്നവരുമൊക്കെയാണ്. പരിശുദ്ധ അമ്മയുടെ ദൈവരാജ്യ പ്രതീകം അല്ലെങ്കിൽ ദൈവരാജ്യ സംവാഹക എന്ന ചിത്രം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ സ്തോത്രഗീത വചനങ്ങളിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ ജീവിതം ഒരു സ്തോത്രഗീതമാകണം പ്രിയപ്പെട്ടവരെ. അമ്മയെപ്പോലെ ദൈവവചനം സ്വീകരിക്കുന്നവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വചനമനുസരിച്ച് ജീവിക്കുന്നവരുമൊക്കെ ആണെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നവരുമാണെങ്കിൽ അമ്മയെപ്പോലെ നമുക്കും നമ്മുടെ ജീവിതം ഒരു സ്തോത്രഗീതമാക്കാൻ സാധിക്കും. നമുക്കും അമ്മയെപ്പോലെ ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വിനീതദാസരെ പോലെ ദൈവത്തിന് മുൻപിൽ വ്യാപരിക്കുക. നമ്മുടെ ജീവിതം ഒരു ബലിയായി, ഒരു വിനീതദാസത്വമായി ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുമല്ലോ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഇതാണ് പരിശുദ്ധ അമ്മയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരാശ്രയത്വത്തിൻ്റെ മനോഭാവം, ഒരാശ്രയത്വത്തിൻ്റെ രീതി, പൂർണ്ണമായിട്ടും അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്ന, സമർപ്പിക്കുന്ന, ദാസ്യഭാവത്തോടെ നിലകൊള്ളുന്ന ഒരു വിനീത ദാസിയുടെ ചിത്രം അമ്മ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുകയാണ്. ആ വിനീത ദാസ്യത്വമാണ് അമ്മയെ വിജയത്തിലേക്ക്, രക്ഷാകര പദ്ധതിയിൽ പൂർണ്ണമായി സഹകരിക്കുവാനുള്ള വലിയ അഭിനിവേശത്തിലേക്ക്, കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ ഈശോയുടെ കൂടെ നിന്ന് ഈ രക്ഷാകര പദ്ധതിയിൽ ഒരു സഹകാരിയാകാൻ അമ്മയെ പ്രേരിപ്പിച്ചത് ഈ വിനീത ദാസ്യ മനോഭാവമാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെ വശ്യതകളിൽപ്പെട്ട്, മായാമോഹങ്ങളിൽപ്പെട്ട് നമ്മുടെ ജീവിതവും ഈ കാലഘട്ടത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമുക്കും കൈമുതലാക്കേണ്ട ഒരു വലിയ സുഹൃതമാണ് ഈ വിനീതഭാവം, ഈ ദാസ്യഭാവം. ഈ വിനീതഭാവവും ദാസ്യഭാവവും നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ സംവാഹകരാകാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും സാധിക്കുക. ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ കണ്ണിയാണ് പരിശുദ്ധ അമ്മയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം മൂലം മറ്റുപോയ
ആ ജീവിതത്തിൻ്റെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കണ്ണികൾ വിച്ഛേദിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ വഴി, പുതിയ ഹൗവയായ പരിശുദ്ധ അമ്മയുടെ ജീവിതം വഴി, വിശ്വസ്തത വഴി, സമർപ്പണം വഴി വീണ്ടെടുക്കുവാൻ സാധിച്ച, കണ്ണികൾ കൂട്ടിച്ചേർക്കപ്പെടാൻ സാധിച്ച ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെയും ജീവിതത്തിൽ വിള്ളലുകളുണ്ടാകാം, നമ്മുടെയും ജീവിതത്തിൻ്റെ കണ്ണികൾ മുറിച്ച് മാറ്റപ്പെട്ടേക്കാം, നമ്മുടെയും ജീവിതത്തിൽ മുറിക്കപ്പെടുന്ന അവസരങ്ങൾ ധാരാളം ഉണ്ടായേക്കാം. അപ്പോഴൊക്കെ അത് കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അമ്മയെ നമ്മൾ കൂട്ടുപിടിച്ചേ പറ്റൂ. എൻ്റെ അമ്മേ, എൻ്റെ കൂടെ വരണമേ എന്ന് പറഞ്ഞ് അമ്മയുടെ കൈ പിടിച്ച് മാറ്റപ്പെട്ട, വിച്ഛേദിക്കപ്പെട്ട, തകർക്കപ്പെട്ട കണ്ണുകൾ കൂട്ടിച്ചേർത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എളിയ ജീവിതങ്ങളെ വെച്ചു കൊടുക്കാനായാൽ ഈ ലോക ജീവിതം അനുഗ്രഹീതമാകും, ധന്യമാകും. നമുക്കറിയാം, പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അമ്മയെ കൂടാതെ ഈശോയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അമ്മയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ഈശോയുടെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാമല്ലോ, അമ്മയെ വിളിച്ച് അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്തവളാണ് അമ്മ. എപ്പോഴും നമ്മുടെ കരം പിടിച്ച് കൂടെ നിൽക്കുന്നവളാണ് അമ്മ. മുൻപേ നമ്മളെ നടന്നു നീങ്ങാൻ സഹായിക്കുന്നവളാണ് അമ്മ. ഈ അമ്മയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു അനുഗ്രഹത്തിൻ്റെ ജീവിതമായി നമ്മുടെ ജീവിതം മാറും. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കാൻ, പ്രിയമുള്ളവരെ. അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. നമ്മുടെ ജീവിത വഴിത്താരകൾ പ്രശ്നങ്ങളുള്ളതാകുമ്പോൾ അമ്മയെ കൂട്ടുപിടിച്ച്, അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അമ്മയുടെ മാധ്യസ്ഥ ശക്തി ഏറെ വിലപ്പെട്ടതാണെന്ന് നമുക്കറിയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, അവൻ പറയുന്നത് ചെയ്യുവാൻ. അതെ, ഈശോ പറയുന്നത് ചെയ്യാനാണ് അമ്മയ്ക്ക് നമ്മളോട് പറയാനുള്ളത്. ഈശോ പറഞ്ഞത് ചെയ്താൽ നമ്മളെല്ലാവരും അമ്മയുടെ കരം പിടിച്ച് ഈശോയിലേക്ക് നടന്നെത്തി സ്വർഗരാജ്യത്തിന് അവകാശികളായിട്ട് മാറും. അമ്മയുടെ കരം പിടിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഈശോ പറയുന്നത് മാത്രം ചെയ്യുന്നവരായി തീരുവാൻ നമുക്ക് ദൃഢപ്രതിജ്ഞയെടുക്കാം. ഒരുപക്ഷെ മറ്റുള്ളവരൊക്കെ പറയുന്നത് ചെയ്യുന്നവരായിരിക്കും നമ്മൾ. വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്രകാരം ഈശോ പറയുന്നത് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുന്നവരായിരിക്കുകയില്ല. മറ്റു പലതിൻ്റെയും പിറകെ പോകുന്നവരും, മറ്റു പല മതാചാരങ്ങൾ ശ്രദ്ധിക്കുന്നവരും, മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കുന്നവരും, ഇങ്ങനെ പോയാൽ, മറ്റു രീതിയിൽ പോയാൽ, വിശ്വാസത്തിൻ്റെ ഈ രീതികളൊക്കെ മാറ്റി മറ്റൊരു രീതിയിലേക്ക് പോയാൽ നമുക്ക് ദൈവത്തിൽ എത്തിച്ചേരാമെന്ന് പറയുന്നവരെയും നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. അവരൊക്കെ നമ്മളെ വഴിതെറ്റിക്കുന്നവരാണ്. നമ്മളെ ഈശോയിലേക്ക് കൈപിടിച്ച് നടത്താൻ നമ്മുടെ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അമ്മയിലുള്ള നമ്മുടെ ആശ്രയത്വവും വിധേയത്വവും നമുക്കൊരിക്കൽ കൂടി പുനർജീവിപ്പിക്കുന്നതാക്കാം. സ്നേഹമുള്ളവരെ, അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു ഉന്മേഷവും വലിയൊരു ആത്മീയ വിശുദ്ധിയും നൽകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ അമ്മയെപ്പോലെ സ്വർഗം തൊടുന്നവരാകണം. അമ്മ സ്വർഗം തൊട്ടവളാണ്. മാലാഖയിലൂടെ അരുളപ്പെട്ട എല്ലാ കാര്യങ്ങളും നിറവേറുമെന്ന് വിശ്വസിച്ച അമ്മ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 45-ാം തിരുവചനത്തിൽ വിശുദ്ധ എലിസബത്ത് അമ്മയെ വിശേഷിപ്പിക്കുന്നത് പ്രകാരമാണ്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ്. അമ്മ സ്വർഗം തൊട്ടയാളാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കുവാനായിട്ട് സാധിച്ചത്. നമുക്കും സ്വർഗം തൊടുന്നവരാകാം അമ്മയെപ്പോലെ. അതിന് നമ്മളും ചെയ്യേണ്ടത് ദൈവം പറയുന്ന കാര്യങ്ങൾ, ഈശോ പറയുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് ഈ ലോകത്തിൽ ആത്മീയ വളർച്ചയ്ക്ക് ഉപകാരമായി കിട്ടുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ നമുക്കും സ്വർഗം തൊടുന്നവരായിട്ട് മാറാം. രണ്ടാമത്തെ കാര്യം, എനിക്കപ്പുറത്ത് ജീവിക്കാൻ ഒരു എലിസബത്ത് ഉണ്ടാകണം. നമുക്കറിയാം, പരിശുദ്ധ അമ്മ മംഗളവാർത്ത ശ്രവിച്ചതിന് ശേഷം തൻ്റെ ഇളയമ്മയായ എലിസബത്ത് ഗർഭവതിയായിരിക്കുന്നു എന്നറിഞ്ഞ് 160 കിലോമീറ്റർ ഒരാഴ്ചയോളം എടുത്ത് യാത്ര ചെയ്ത് തിടുക്കത്തിൽ യൂദയായിലുള്ള മലമ്പ്രദേശത്തേക്ക് പോയി
എലിസബത്തിനെ ശുശ്രൂഷിച്ചു എന്ന് അതിനുശേഷം സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിയെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ഈശോയെ തൻ്റെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചതിൻ്റെ സന്തോഷത്തിലും ഒപ്പം അതിൻ്റെ എല്ലാ അസ്വസ്ഥതകളും അമ്മയ്ക്ക് ഉണ്ടായിരിക്കുമ്പോഴും അമ്മ എല്ലാം മറന്ന് ഐൻ കരീം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് വിശുദ്ധ എലിസബത്തിനെ ശുശ്രൂഷിക്കുന്ന, എലിസബത്തിന് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് അമ്മയെ കാണാനായിട്ട് സാധിക്കുക. നമുക്കും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അപ്പുറത്തും ജീവിക്കാൻ ഒരു എലിസബത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനായാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കാൻ, സമർപ്പിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മൂന്നാമതായിട്ട് നമുക്ക് ഇപ്രകാരം ഓർമ്മിക്കാനായിട്ട് സാധിക്കും, ഒരു ബെത്ലഹേം ജീവിത ശൈലി നമുക്കുണ്ടാകണം. എന്താണ് ഈ ബെത്ലഹേം ജീവിത ശൈലി? നമുക്കറിയാം, വിശുദ്ധ യോസേപ്പ് പിതാവിനെയും ഉണ്ണീശോയ്ക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഒരു വലിയ സ്നേഹത്തിലും വലിയ വിശ്വസ്തതയിലും വലിയ ഹൃദയങ്ങളുടെ ഒന്നിപ്പിലും ഒക്കെ ജീവിച്ചവളാണ് പരിശുദ്ധ അമ്മ. ബെത്ലഹേം കാലിത്തൊഴുത്തിൽ ആരും സഹായിക്കാനില്ലാത്തപ്പോഴും അവിടെ തിരസ്കരണങ്ങൾ ഉണ്ടായപ്പോഴും അവിടുത്തെ വലിയ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കേണ്ടി വന്നപ്പോഴും സത്രത്തിൽ സ്ഥലം ലഭിക്കാതിരുന്നപ്പോഴും കാലിത്തൊഴുത്ത് കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സ്ഥലമായി ലഭിച്ചപ്പോഴുമൊക്കെ അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോകാൻ പറയുമ്പോഴുമൊക്കെ അവിടെ ആട്ടിടയന്മാർ കടന്നു വരികയും ഉണ്ണീശോയ്ക്ക് ആരാധന അർപ്പിക്കുകയും ചെയ്യുമ്പോഴുമൊക്കെ വലിയൊരു നല്ലൊരു ജീവിത ശൈലി അമ്മയ്ക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. ഈ ബെത്ലഹേം ജീവിത ശൈലി നമ്മുടെയും ജീവിതത്തിലുണ്ടാകണം. 12 സവിശേഷതകൾ അവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ എല്ലാം പറയുന്നില്ല, നമുക്കെല്ലാം വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഹൃദയങ്ങളുടെ ഒന്നിപ്പ്, പരസ്പര ബഹുമാനം, പരസ്പര വിധേയത്വം, ദൈവത്തിനു മുൻപിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന അവസ്ഥ, തിരസ്കരണങ്ങൾ ഏറ്റെടുക്കുന്ന അവസ്ഥ, വലിയ വിശ്വാസത്തിൻ്റെ ജീവിതം, എല്ലാം ഇവിടെ നിറഞ്ഞു നിന്ന സവിശേഷതകളാണ്. നാലാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സമ്പൂർണമായ സമർപ്പണമാണ്. നമ്മുടെയും ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെങ്കിൽ, വചനത്തിന് വേണ്ടി ജീവിക്കണമെങ്കിൽ, സുവിശേഷത്തിന് വേണ്ടി ജീവിക്കണമെങ്കിൽ സമ്പൂർണമായി സമർപ്പിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ഒരുപക്ഷെ വളരെ തിരക്കുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ്, വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരായിരിക്കും. പക്ഷെ അതിനിടയിലും ഒരു സമ്പൂർണമായ സമർപ്പണ മനോഭാവമുണ്ടെങ്കിൽ അതിലൂടെ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും ഈശോയിലേക്ക് കടന്നു ചെന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി മാറാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അഞ്ചാമതായിട്ട് കുറവുകളെ നികത്തുന്ന, കുറവുകളോട് വിട പറയുന്ന അല്ലെങ്കിൽ തിരിച്ചു വരുന്ന ഒരു മനോഭാവത്തിൻ്റെ ഉടമകളായിട്ട് മാറാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അത്ര പൂർണ്ണമല്ല, അപൂർണതകളുടെ മനുഷ്യരാണ് നമ്മൾ. ഈ അപൂർണതകളെയൊക്കെ പൂർണ്ണതകളാക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ കുറവുകളില്ലാത്ത, ദൈവികതയുള്ള, ആത്മീയതയുള്ള, ദൈവഹിതം നിറവേറ്റുന്ന ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് മാറാനായിട്ട് സാധിക്കുക. നമ്മുടെ കുറവുകളെക്കുറിച്ചൊക്കെ നമുക്ക് അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്മയുടെ മുമ്പിൽ ഇരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാം, നമ്മുടെ അപൂർണതകളൊക്കെ എണ്ണി എണ്ണി നമുക്ക് എടുക്കാം. അവയൊക്കെ അമ്മയുടെ കരം പിടിച്ച് ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്കറിയാമല്ലോ, തിരിച്ചു വരാനായിട്ട് ഒരു അനുതാപ ദൂരം മാത്രമാണുള്ളത്. പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്നവർക്ക് ഒരു അനുതാപത്തിൻ്റെ ദൂരം സഞ്ചരിച്ചാൽ പൂർണ്ണതയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. നമുക്കറിയാം, തിരുക്കുടുംബത്തിൽ ഏറെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ജീവിച്ച പരിശുദ്ധ അമ്മ, വിശുദ്ധ യോസേപ്പ് പിതാവ്, ഉണ്ണീശോ, അവിടെയൊക്കെ ആ ജീവിതമാണ് തിരുക്കുടുംബത്തിൽ നിന്ന് ആദരിക്കുവാനും തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ നമ്മുടെ കുടുംബങ്ങളായിത്തീരാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഒരുപക്ഷെ തീ കുടുംബമായിരിക്കും. അവിടെ ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, ക്ലേശങ്ങൾ, തകർച്ചകൾ എല്ലാം ഉണ്ടാകാം. പക്ഷേ തീ കുടുംബത്തിൽ നിന്ന് തിരുക്കുടുംബത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു അക്ഷര ദൂരമാണെന്ന് നമ്മൾ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്കും അമ്മയെ സ്നേഹിക്കാം, അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ വെച്ചു കൊടുക്കാം, അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അമ്മയുടെ കരം പിടിച്ച് മുന്നേറി നമുക്കും പ്രിയപ്പെട്ട ശിഷ്യനും ശിഷ്യയുമാകാം. പരിശുദ്ധ അമ്മ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.